ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ദി കൗണ്ട് ഓഫ് മോണ്ടെ ക്രിസ്റ്റോ എന്ന് പറയുന്ന മൂവിയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടു കഴിഞ്ഞല്ലോ. ആ മൂവിയുടെ തന്നെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഫെർണാണ്ട് എഡ്മണിനെ ഒരു വേട്ടയ്ക്ക് വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ദിവസം വന്നിട്ട് നമ്മുടെ ഫെർണാണ്ട് എഡ്മണിനെ വേട്ടയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന ആ ദിവസം എഡ്മൺ ആണെങ്കിൽ ഇറ്റലിയിലെ രാജകുമാരന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻഡ്രിയയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഇവരുടെ എല്ലാ ശത്രുക്കളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. കൂട്ടത്തില് ആൻഡ്രിയയുടെ അച്ഛനായിട്ടുണ്ടായിരുന്ന ജെറാൾഡും. അച്ഛനെ കണ്ട നല്ല കലിപ്പിൽ തന്നെ ആൻഡ്രിയ ജെറാൾഡിനെ നോക്കുന്നുണ്ട്. എന്നാൽ എഡ്മണ്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ആൻഡ്രിയനോട് പറയുന്നുണ്ട്, നിന്റെ അച്ഛനെ ഇവിടെ കണ്ടെന്ന് വെച്ചിട്ട് നീ സ്വയം മറക്കരുത്, അവന് നമുക്ക് അവസരം വരുമ്പോൾ തീർക്കാമെന്ന്. അങ്ങനെ അവര് വേട്ടയൊക്കെ ആടിയിട്ട് ഒരു മാനിനെ കീഴടക്കുന്നുണ്ട്. പക്ഷേ ആ മാനിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആരും മുന്നോട്ട് വന്നില്ല. അപ്പോൾ നമ്മുടെ ആൻഡ്രിയ ഞാൻ കൊല്ലാമെന്ന് പറഞ്ഞിട്ട് ഒരു കത്തി എടുത്തിട്ട് ആ മാനിന്റെ കഴുത്തിൽ തന്നെ കുത്തിയിട്ട് അതിനെ കൊല്ലുന്നുണ്ട്. അപ്പോൾ ആൻഡ്രിയയുടെ ഈ ധൈര്യം കാരണം അവരുടെ എല്ലാവരുടെയും മുന്നിൽ അവനൊരു ഇംപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫെർണാണ്ട് എല്ലാവർക്കും കൂടിയിട്ട് അവന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു വിരുന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. ആ പാർട്ടിയിൽ വെച്ചിട്ട് വിക്ടോറിയയുടെയും ഡാംഗ്ലറിന്റെയും മകളായിട്ടുള്ള യൂജിനെ നമ്മുടെ ആൻഡ്രിയെ പരിചയപ്പെടുന്നൊക്കെ ഉണ്ട്. കൂടാതെ ഈ മാനിനെ കൊല്ലുന്നത് കണ്ടിട്ട് ഡാംഗ്ലറും ജെറാൾഡും ഒക്കെ എഡ്മണ്ടിനോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ രാജകുമാരന് ഭയങ്കര ധൈര്യമാണല്ലോ, പുള്ളി എവിടെ നിന്നായെന്ന്. അപ്പോൾ എഡ്മണ്ട് പറയുന്നത് അതങ്ങ് ഇറ്റലിയിൽ നിന്നുള്ള രാജകുമാരന്റെ മകനാണെന്നാണ്. അപ്പോഴാണ് നമ്മുടെ ഫെർണാണ്ട് എഡ്മണ്ടിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, താങ്കളെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന്. അത് ആരാ എന്ന് ചോദിച്ചിട്ട് എഡ്മണ്ട് ഫെർണാണ്ടിന്റെ കൂടെ പോകുമ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ മേഴ്സിഡസ് ആയിരുന്നു. ഫെർണാണ്ടിന്റെ ഭാര്യയാണല്ലോ അവള്. പക്ഷേ മേഴ്സിഡസ് എഡ്മണ്ടിനെ കണ്ടപ്പോൾ തന്നെ അവൾ ആകെ പരിഭ്രമിക്കുന്നുണ്ട്. എന്നിട്ട് കൂടുതലൊന്നും പറയാതെ തന്റെ മകനെ രക്ഷിച്ചതിൽ നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ മേഴ്സിഡസ് അവിടെ നിന്ന് പോകും. അത് കണ്ടിട്ട് ആൽബർട്ട് അവളുടെ പുറകെ തന്നെ പോയിട്ട് അമ്മ എന്താ അങ്ങനെ പെരുമാറിയതെന്ന് ചോദിക്കുമ്പോൾ അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ വന്ന അയാൾ ആരാ, അയാൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ആൽബർട്ട് പറയും അത് മോണ്ടെ ക്രിസ്റ്റോ പ്രഭു ആണെന്ന്. എന്നിട്ട് നമ്മുടെ മേഴ്സിഡസിന്റെ സംശയങ്ങൾ ഒന്നും തന്നെ തീരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ നമ്മുടെ എഡ്മണ്ടിന്റെ ദേഷ്യം ഒട്ടും തന്നെ തീരുന്നുണ്ടായിരുന്നില്ല. കാരണം ഫെർണാണ്ടിനെ അവൻ അത്രയ്ക്ക് തന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ ഉറ്റ സുഹൃത്തായിട്ട് പോലും തന്റെ കാമുകയെ അവൻ അടിച്ചു മാറ്റിയെ എന്ന് ഓർത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞിട്ട് അയാൾ പൊട്ടിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയ്തി എഡ്മണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഒരു ലെറ്റർ എടുത്തിട്ട് എഡ്മണ്ടിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ആൽബർട്ട് തനിക്ക് തന്നതാണെന്ന്. എഡ്മണ്ട് അത് വായിച്ചു നോക്കുമ്പോഴേക്കും ആൽബർട്ട് ഹെയ്തിയെ ഒരു പാർട്ടിക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആൽബർട്ട് ഹെയ്തിയെ വളക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എഡ്മണ്ട് അവളോട് പറയുന്നുണ്ട്, നീ എന്തായാലും അവൻ ക്ഷണിച്ചിരിക്കുന്ന ആ പാർട്ടിക്ക് പോകണം, എന്നിട്ട് അവനോട് കൂടുതൽ അടുക്കുകയും വേണം, എന്നാലും മാത്രമേ നമ്മുടെ പ്രതികാരം പൂർത്തിയാകുകയുള്ളൂ എന്ന്. അത് കേട്ട ഹെയ്തി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ എഡ്മണ്ട് ബാക്കിയുള്ള എല്ലാവരെയും, അതായത് ഡാംഗ്ലറിനെയും ജെറാൾഡിനെയും ഫെർണാണ്ടിനെയും ഒക്കെ അവൻ പുതുതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് ഒരു പാർട്ടിക്കായിട്ട് ക്ഷണിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് എല്ലാവരും സ്വന്തം ഫാമിലിയുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വീട് കണ്ടിട്ട് നമ്മുടെ ജെറാൾഡും വിക്ടോറിയയും ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം എന്തെന്നാൽ ആ വീട് നമ്മുടെ ജെറാൾഡ് പണ്ട് താമസിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വീടായിരുന്നു. മാത്രമല്ല അവിടെ വെച്ചിട്ടാണ് വിക്ടോറിയ ആ ഒരു കുട്ടിക്ക് ജനനം കൊടുക്കുന്നതും ജെറാൾഡ് ആ കുട്ടിയെ ആ ഒരു പൂന്തോട്ടത്തിൽ കുഴിച്ചിടുന്നതും. പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെന്ന കാര്യം ആർക്കും തന്നെ അറിയില്ലായിരുന്നു. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജെറാൾഡ് ആ കുഞ്ഞിനെ അവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ ജെറാൾഡിനും വിക്ടോറിയക്കും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ പരിങ്ങലൊക്കെ നമ്മുടെ ആൻഡ്രിയയും എഡ്മണ്ടും നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവരുടെ ഈ കള്ളക്കളിയൊക്കെ അവർക്ക് ഓൾറെഡി അറിയാമല്ലോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഡാംഗ്ലർ എഡ്മണ്ടിനോട് ചോദിക്കുന്നത്, താങ്കൾ എന്തിനാ ഇത്രയ്ക്കും പഴയ വീട് വാങ്ങിയതെന്ന്. അപ്പോൾ പുള്ളി പറയുന്നുണ്ട്, ഇത് വില കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയതെന്ന്. മാത്രമല്ല ഈ വീട് വാങ്ങുന്നതിന് മുൻപേ ഈ വീടിനെ കുറിച്ചിട്ട് കുറെ പേടിപ്പെടുത്തുന്ന കഥകൾ ഞാൻ കേട്ടിട്ടുണ്ടെന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ നിങ്ങൾ കേട്ടതെന്ന് ചോദിക്കുമ്പോൾ എഡ്മണ്ട് പറയുന്നത് ഇവിടെ ഒരു കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നുള്ള ഒരു കഥയുണ്ടെന്നാണ്. പക്ഷേ അത് കേട്ട നമ്മുടെ ജെറാൾഡും വിക്ടോറിയയും ഷോക്ക് ആകുന്നുണ്ട്. കാരണം അവർക്ക് മാത്രം അറിയാവുന്ന ഈ ഒരു കഥ എങ്ങനെയാണ് നമ്മുടെ എഡ്മണ്ട് അറിഞ്ഞത്. എന്നിട്ട് എഡ്മണ്ട് അവരോട് പറയും, ഒരു ദിവസം ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഒരു അമ്മയുടെയും കുട്ടിയുടെയും കരച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ പറമ്പിലൊക്കെ കുഴിയെടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു പെട്ടി കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങൾ എന്നിട്ട് ആ പെട്ടി തുറന്ന് നോക്കിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നിങ്ങളെല്ലാവരും വന്നിട്ട് ആ പെട്ടി തുറക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയും. എല്ലാവരും എത്തിയ സ്ഥിതിക്ക് നമുക്ക് എന്നാലും ഒന്നിച്ചിട്ട് ആ പെട്ടി തുറക്കാമെന്ന് പറഞ്ഞിട്ട് എഡ്മണ്ട് അവരെ ആ പെട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ അത് തുറന്നു നോക്കുമ്പോഴേക്കും അതിനുള്ളിൽ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ ജെറാൾഡും വിക്ടോറിയയും മാത്രം അത്ഭുതപ്പെട്ട് നോക്കുന്നുണ്ട്. കാരണം ആ പെട്ടിക്കുള്ളിൽ ഒന്നുമില്ലാത്തത്. അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല. കാരണം അവരാണല്ലോ ആ കൊച്ചിനെ അവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വിക്ടോറിയ ജെറാൾഡിനെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് അവിടെ എത്തിയ അവള് ജെറാൾഡിനോട് ചോദിക്കും, ഈ മോണ്ടെ ക്രിസ്റ്റോ പ്രഭു ആരാണ്? അയാൾക്ക് എങ്ങനെയാണ് നമുക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്? അത് കേട്ടിട്ട് ജെറാൾഡും അവളോട് പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ്, എനിക്കും അവനെ പറ്റിയിട്ട് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവനെ പറ്റിയിട്ട് ഒന്ന് അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന്. അങ്ങനെ ഈ ജെറാൾഡ് ഈ മോണ്ടെ ക്രിസ്റ്റോ പ്രഭു പണ്ട് തന്റെ ശത്രുവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരാളുടെ അടുത്തേക്ക് അയാളെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത്, ആൾ കുറച്ച് സീനാണ്, നിങ്ങൾ എന്തായാലും അയാളുടെ അടുത്ത് നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന്. അങ്ങനെ ജെറാൾഡിനോട് എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അയാളെ അപ്പൊ തന്നെ പറഞ്ഞേക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴായിരുന്നു നമുക്ക് മനസ്സിലാകുന്നത് ഈ ശത്രുവായിട്ടുണ്ടായിരുന്ന ആളുണ്ടല്ലോ, ആള് വേറെ ആരും ആയിരുന്നില്ല, എഡ്മണ്ട് തന്നെ വേഷം മാറിയിട്ട് നിൽക്കുന്നതായിരുന്നു. കാരണം എഡ്മണ്ടിന് മുന്നേ തന്നെ അറിയാമായിരുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ആരാണ് ഈ മോണ്ടെ ക്രിസ്റ്റോ പ്രഭു എന്ന് അന്വേഷിച്ചിട്ട് ഇറങ്ങും. അതുകൊണ്ട് മുന്നേ തന്നെ എഡ്മണ്ട് എല്ലാവരോടുമായിട്ട് തനിക്ക് ഒരു ശത്രു ഉണ്ടെന്ന് പറഞ്ഞു പരത്തുന്നുണ്ട്. മോണ്ടെ ക്രിസ്റ്റോ പ്രഭുവിനെ കുറിച്ചിട്ട് അന്വേഷിച്ച് വരികയാണെങ്കിൽ ഈ ശത്രുവിന്റെ അടുത്തേക്ക് മാത്രമേ അവർ വരുള്ളൂ എന്ന് എഡ്മണ്ടിന് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു. അതുപോലെ തന്നെ എഡ്മണ്ട് ഹെയ്ദിനോട് പറയുന്നുണ്ട്, നീ ആൽബർട്ടിനെ പ്രേമിച്ചിട്ട് വശത്താക്കണം. അതുപോലെ ആൻഡ്രിയനോട് ഈ വിക്ടോറിയയുടെ മകളായിട്ടുണ്ടായിരുന്ന യൂജിൻ ഉണ്ടല്ലോ, അവളെയും നീ വശത്താക്കണം എന്ന് പറയുന്നുണ്ട്. അവരാണെങ്കിൽ നമ്മുടെ എഡ്മണ്ട് പറയുന്നത് അക്ഷരം പ്രതി അതുപോലെ തന്നെ അനുസരിക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ഡാംഗ്ലർ പുതിയൊരു വലിയ കപ്പൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൻഡ്രിയ ഇടയ്ക്കിടയ്ക്ക് ഡാംഗ്ലറുടെ വീട്ടിലേക്ക് പോകാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവൻ പോകുന്നത് യൂജിനെ വശത്താക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ എഡ്മണ്ട് ഉണ്ടല്ലോ, അവൻ ആ ആദ്യം കെട്ടിയിട്ടുണ്ടായിരുന്ന ഫാദറുടെ വേഷം കെട്ടിയിട്ട് കാദ്രൂസിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. എന്നിട്ട് അവനോട് പറയും, നിനക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമായെന്ന്. എന്നിട്ട് അവന് ആ രത്നങ്ങളൊക്കെ കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഡാംഗ്ലറിന്റെയും വിക്ടോറിയയുടെ മകളുണ്ടല്ലോ യൂജിൻ, അവളുടെ പിറന്നാൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർ വലിയൊരു പാർട്ടി തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് നമ്മുടെ എഡ്മണ്ടും ഹെയ്ദിയും ആൻഡ്രിയും എല്ലാവരും തന്നെ പോയിട്ടുണ്ട്. ഹെയ്ദി ആണെങ്കിൽ നേരെ ആൽബർട്ടിന്റെ പുറകെയും ആൻഡ്രി ഈ പിറന്നാളിലുള്ള കുട്ടിയുണ്ടല്ലോ യൂജിൻ, അവളുടെ പുറകെയും നടന്നിട്ട് അവരെ തന്നെ വളക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൽബർട്ട് ഹെയ്ദിനോട് ചോദിക്കുന്നുണ്ട്, നമ്മളുടെ പ്രണയം മോണ്ടെ ക്രിസ്റ്റോ പ്രഭു അറിഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവൾ ഇല്ല, അത് പ്രശ്നമൊന്നും ആക്കണ്ട എന്നും പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴായിരുന്നു നമ്മുടെ മേഴ്സിഡസ് ഇല്ലേ, അവൾ ഈ മോണ്ടെ ക്രിസ്റ്റോ പ്രഭുവിനെ കാണണമെന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ എഡ്മണ്ടിനാണെങ്കിൽ ഇവളുടെ ഉദ്ദേശം എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്നിട്ട് പുള്ളിക്കാരി നമ്മുടെ എഡ്മണ്ടിനോട് പറയുന്നത്, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് പണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരാളെ കുറിച്ചിട്ട് ഓർമ്മ വരുന്നു എന്നായിരുന്നു. എന്നിട്ട് മേഴ്സിഡസ് ആളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതുപോലെ വല്ല പ്രണയവും ഉണ്ടായിട്ടുണ്ടോ എന്ന്. അത് കേട്ടിട്ട് നമ്മുടെ മോണ്ടെ ക്രിസ്റ്റോ പ്രഭു അവളോട് പറയുന്നുണ്ട്, എനിക്കൊരു പ്രണയിനി ഉണ്ടായിരുന്നു, എന്നാൽ എനിക്കൊരു അപകടം പറ്റിയ സമയത്ത് അവൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ വേറൊരു കല്യാണം കഴിച്ചിട്ട് പോയെന്ന്. ഇത് കേട്ട മേഴ്സിഡസിന് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവൾക്ക് ഇത് തന്റെ പഴയ കാമുകനായിട്ടുള്ള എഡ്മണ്ട് ആണോന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് അവൾ മോണ്ടെ ക്രിസ്റ്റോ പ്രഭുവിനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, താങ്കളുടെ കാമുകി തിരികെ വന്നിട്ട് നിങ്ങളോട് ക്ഷമ ചോദിച്ചാൽ നിങ്ങൾ ക്ഷമിക്കുമോ എന്ന്. അത് കേട്ടിട്ട് എഡ്മണ്ട് പറയുന്നത്, അവൾ ഇതുവരെ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് അങ്ങനെ ക്ഷമയൊന്നും ചോദിച്ചിട്ടില്ല, അങ്ങനെ ചോദിക്കുവാണെങ്കിൽ അപ്പോ നോക്കാമെന്ന്. അങ്ങനെ ഈ പാർട്ടിയൊക്കെ മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ഒരു ന്യൂസ് അവിടെയെല്ലാം പരക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഡാംഗ്ലർ ഉണ്ടല്ലോ, ആളുടെ കപ്പലുകളെല്ലാം തന്നെ തീരത്ത് നിന്നും കൊള്ളക്കാർ അടിച്ചുകൊണ്ട് പോയി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഡാംഗ്ലർ ഈ കപ്പലിലെല്ലാം തന്നെ ജെറാൾഡും ഫെർണാണ്ടും അങ്ങനെ എല്ലാവരും തന്നെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം തന്നെ ഈ ന്യൂസ് കേട്ടപാടെ ഞെട്ടുന്നുണ്ട്. ഈ കപ്പലിൽ ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാവരും തുച്ഛമായ വിലക്ക് അതിന്റെ ഷെയർസ് എല്ലാം വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് കണ്ടിട്ട് ഡാംഗ്ലറിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഫെർണാണ്ട് ഈ ഡാംഗ്ലറിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇത് വെറും ഫേക്ക് ന്യൂസ് ആണ്, നിങ്ങളുടെ കപ്പലിനൊന്നും സംഭവിച്ചിട്ടില്ല, അത് തീരത്ത് തന്നെ ഉണ്ടെന്ന്. പക്ഷെ അപ്പോൾ ഡാംഗ്ലർ പറയുന്നത്, ഇനി എന്ത് പറഞ്ഞിട്ട് എന്താ, ഈ ഷെയർസ് എല്ലാം തന്നെ എല്ലാവരും ചെറിയ പൈസക്ക് വിൽക്കുവാണ്, ഇതെനിക്ക് വലിയ നഷ്ടമുണ്ടാക്കുമെന്ന്. പക്ഷേ അപ്പോഴായിരുന്നു ഡാംഗ്ലർ ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നത്. ഇവരെല്ലാം തന്നെ ചെറിയ പൈസക്ക് ഈ ഷെയർസ് എല്ലാം തന്നെ വിറ്റഴിക്കുമല്ലേ, അങ്ങനെയാണെങ്കിൽ ഈ ഷെയർസ് എല്ലാം നമുക്ക് തന്നെ ഈ ചെറിയ പൈസക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലാ ഷെയർസും നമ്മുടെ കയ്യിൽ തന്നെ വരും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു 500 മില്യൺ പൗണ്ട് ആവശ്യമായിട്ടുണ്ട്. അത് കേട്ട ജെറാൾഡ് അയാളോട് ചോദിക്കുന്നുണ്ട്, അത്രയും ക്യാഷിന് നമ്മളിപ്പോൾ എങ്ങോട്ടേക്ക് പോകുമെന്ന്. അപ്പോൾ ഡാംഗ്ലർ പറയും, മോണ്ടെ ക്രിസ്റ്റോ പ്രഭുവിനോട് ചോദിക്കാം, അയാൾ എന്തായാലും നമ്മളെ സഹായിക്കാതിരിക്കില്ലെന്ന്. അങ്ങനെ ഇവരെല്ലാരും കൂടിയിട്ട് മോണ്ടെ ക്രിസ്റ്റോ പ്രഭുവിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. ഈ ഡാംഗ്ലർ തന്റെ കമ്പനിയുടെയും വീടിന്റെയും എല്ലാം പ്രമാണങ്ങൾ ഒരു സെക്യൂരിറ്റി ആയിട്ട് മോണ്ടെ ക്രിസ്റ്റോ പ്രഭുവിന് കൊടുത്തിട്ട് 500 മില്യൺ പൗണ്ട് അയാളുടെ കയ്യിൽ നിന്നും കടമായിട്ട് വാങ്ങും. ഒരാഴ്ചക്കുള്ളിൽ തരാമെന്നും പറയുന്നുണ്ട്. കൂടാതെ തന്നെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു കള്ളക്കഥ പ്രചരിപ്പിച്ചത് ഈ മോണ്ടെ ക്രിസ്റ്റോ പ്രഭുവിന്റെ ശത്രു ഉണ്ടല്ലോ, നമ്മുടെ ജെറാൾഡ് നേരത്തെ കാണാൻ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി, അയാളാണെന്ന് ഡാംഗ്ലറും പറയുന്നുണ്ട്. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് കോടതിയാണ്. ഈ മോണ്ടെ ക്രിസ്റ്റോ പ്രഭുവിന്റെ ശത്രു ഉണ്ടല്ലോ, അയാളെ ഡാംഗ്ലറെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു കള്ളക്കഥ പ്രചരിപ്പിച്ചതിൽ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിപ്പിച്ചിരിക്കുമായിരുന്നു. പക്ഷെ കുറെ സമയം കാത്തു നിന്നിട്ടും
അയാൾ കോടതിയിൽ ഹാജരായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അയാളുടെ പകരക്കാരൻ എന്നോണം ഒരാള് ആ കോടതിയിൽ ആ സമയത്ത് ഹാജരാകുന്നുണ്ട്. അയാളെ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി. കാരണം അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ ആൻഡ്രിയ ആയിരുന്നു. എന്നിട്ട് കോടതിയിലുള്ള ജഡ്ജി ആൻഡ്രിയനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഡാംഗ്ലറെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു കള്ളക്കഥ പ്രചരിപ്പിച്ചതെന്ന്. അയാളുടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആൻഡ്രിയ പറയും, ആര് പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന്, നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചു നോക്ക്, അങ്ങനെ കപ്പലുകളെല്ലാം മോഷണം പോയിട്ടുണ്ടോ എന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്തിനകം തന്നെ നമ്മുടെ എഡ്മണ്ട് കാദ്രൂസിനെയും മറ്റുള്ളവരെയും കൂട്ടിയിട്ട് ഡാംഗ്ലറുടെ എല്ലാ കപ്പലുകളും തീരത്ത് നിന്നും മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആൻഡ്രിയ വീണ്ടും കോടതിയിൽ പറയുന്നുണ്ട്, ഇത് കൂടാതെ എനിക്ക് വേറൊരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. ഞാൻ ശരിക്കും ഇറ്റലിയിലുള്ള രാജാവിന്റെ മകനൊന്നുമല്ല. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ തെരുവിലാണ് വളർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ മോണ്ടെ ക്രിസ്റ്റോ പ്രഭുവിന്റെ ശത്രു ഉണ്ടല്ലോ, അയാള് എന്നെ തെരുവിൽ നിന്നും എടുത്തു വളർത്തുന്നത്. കൂടാതെ ഞാൻ ജനിച്ചിട്ടുണ്ടായിരുന്നത് 1815 ഒരു നവംബർ മാസത്തിലായിരുന്നു. മാത്രമല്ല ഞാൻ ജനിച്ചപ്പോൾ തന്നെ എന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും എന്നെ ജീവനോട് കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അത് കേട്ട് നമ്മുടെ ജെറാൾഡും വിക്ടോറിയയും ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം അവരുടെ മകനാണ് ഈ മുന്നിൽ നിൽക്കുന്നതെന്ന് അപ്പോൾ മാത്രമാണ് അവർക്ക് മനസ്സിലാകുന്നത്. അത് കേട്ടിട്ട് കോടതി വീണ്ടും അവനോട് ചോദിക്കുന്നുണ്ട്, ആരെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന്. അപ്പോൾ ആൻഡ്രിയ വീണ്ടും പറയും, ഞാൻ വേറെ ആരെ കുറിച്ചിട്ടുമല്ല പറയുന്നത്, മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ജെറാൾഡിനെ കുറിച്ചിട്ടാണ്. അങ്ങേരാണ് എന്റെ ശരിക്കുള്ള അച്ഛനെന്ന്. പക്ഷെ നമ്മുടെ ജെറാൾഡ് അത് അപ്പോൾ തന്നെ നിഷേധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കോടതി പുനരന്വേഷണത്തിന് വേണ്ടിയിട്ട് ഉത്തരവിടുന്നുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ ജെറാൾഡാണ് ആൻഡ്രിയയുടെ അച്ഛനെന്ന് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജെറാൾഡ് മാത്രം അത് നിഷേധിച്ചു. എന്നാൽ വിക്ടോറിയ അത് തന്നെ മകനാണെന്നുള്ള കാര്യം അവിടെ വെച്ചിട്ട് വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല കരഞ്ഞുകൊണ്ട് അവൻ അവളെ നോക്കുന്നുമുണ്ടായിരുന്നു. എന്നാൽ ഡാംഗ്ലറുടെ മുന്നിൽ വെച്ചിട്ട് അവന്റെ അടുത്തേക്കൊന്ന് പോകാനോ അവനെ ആശ്വസിപ്പിക്കാനോ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ആൻഡ്രേ വിക്ടോറിയയുടെ മകളുണ്ടല്ലോ യൂജിൻ, അവളുടെ അടുത്തേക്ക് പോയിട്ട് അവളോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത് വെറും കളവായിരുന്നു, നമുക്ക് അങ്ങനെ പ്രണയിക്കാനൊന്നും സാധിക്കില്ല, കാരണം നമ്മളുടെ രണ്ടുപേരുടെയും അമ്മ ഒരാളാണെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആൻഡ്രേ പുറത്തേക്ക് വരുമായിരുന്നു. അപ്പോൾ ഈ മജിസ്ട്രേറ്റ് ജെറാൾഡ് ഉണ്ടല്ലോ, അയാൾക്ക് ഹൈ സെക്യൂരിറ്റിയോട് കുറെ പോലീസുകാരൊക്കെ ചുറ്റും നിന്നിട്ട് അയാൾ ഇങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു. അപ്പോഴായിരുന്നു നമ്മുടെ ആൻഡ്രേ അടുത്തേക്ക് വന്നിട്ട് അയാളുടെ കഴുത്തിലായിട്ട് ഒരു കത്തി കുത്തി ഇറക്കുന്നത്. ജെറാൾഡ് സ്പോട്ടിൽ തന്നെ മരിച്ചു വീഴുന്നുണ്ട്. എന്നാൽ ഇത് കണ്ടു നിന്ന പോലീസുകാരൻ നമ്മുടെ ആൻഡ്രേനെയും അവിടെ വെച്ചിട്ട് വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഹെയ്തി നേരിട്ട് കാണുന്നുണ്ടായിരുന്നു. അവൾ ആൻഡ്രേനോട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനത് കൂട്ടാക്കാതെ ജെറാൾഡിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇതേ സമയം തന്നെ കോടതിയുടെ പുറത്ത് വെച്ചിട്ട് നമ്മുടെ എഡ്മണ്ടിനെ ഡാംഗ്ലർ കാണുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ എഡ്മണ്ടിനോട് പറയും, നിങ്ങളുടെ ക്യാഷൊക്കെ ഞാൻ തിരിച്ചു തരാം, എനിക്ക് കുറച്ച് ദിവസത്തെ സമയം കൂടി വേണമെന്ന്. അപ്പോൾ നമ്മുടെ എഡ്മണ്ട് അയാളോട് ചോദിക്കും, ഏത് ക്യാഷ്, എന്ത് ക്യാഷ്, ഇപ്പൊ നിന്റെ എല്ലാ പ്രോപ്പർട്ടീസും എന്റെ പേരിലാണ്, നിനക്കിപ്പോ സ്വന്തം എന്ന് പറയാൻ വേണ്ടിയിട്ട് നീ ജെട്ടിയും കോട്ടും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എന്റെ കൺമുന്നിൽ നിന്നും വേഗം വിട്ടോ എന്ന്. ഇത് കേട്ട ഡാംഗ്ലറിന്റെ ആകെ കിളി പോയിട്ടിരിക്കുവായിരുന്നു. അവിടെ വെച്ചിട്ട് അയാളും ശരിക്കും പറഞ്ഞാല് തന്റെ കൺമുന്നിലുള്ളത് മോണ്ടെ ക്രിസ്റ്റോ പ്രഭു അല്ല, പകരം താൻ പണ്ട് ചതിച്ചിട്ടുണ്ടായിരുന്ന എഡ്മണ്ട് ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ജെറാൾഡിന്റെയും ഡാംഗ്ലറിന്റെയും കഥ കഴിഞ്ഞു. ഇനി നമ്മുടെ എഡ്മണ്ടിന് പ്രതികാരം ചെയ്യാനുള്ളത് ഫെർണാണ്ടിനോടായിരുന്നു. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ആൻഡ്രയുടെ സംസ്കാര ചടങ്ങുകളായിരുന്നു. അവിടെ രണ്ടുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എഡ്മണ്ടും അതുപോലെ തന്നെ ഹെയ്തിയും. അപ്പോൾ ഹെയ്തി എഡ്മണ്ടിനോട് പറയുന്നുണ്ട്, നിങ്ങൾ അവനെ അവസാനം കൊലയ്ക്ക് കൊടുത്തു അല്ലേ എന്ന്. അവന്റെ ഉള്ളിൽ പക നിറച്ചു കൊടുത്തിട്ട് അവസാനം നിങ്ങൾ അവനെ കൊല്ലാൻ തന്നെ വിട്ടുകൊടുത്തു. അത് കേട്ടിട്ട് എഡ്മണ്ട് അവളോട് പറയുന്നുണ്ട്, ഇത് നമ്മുടെ പ്ലാനിൽ ഇല്ലാത്ത കാര്യമായിരുന്നില്ലേ, അവന്റെ അച്ഛനെ കൊല്ലാൻ മുതിർന്നത് അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ രക്ഷിക്കാൻ സാധിച്ചില്ല. അത് കേട്ട് ഹെയ്തി എഡ്മണ്ടിനോട് പറയുന്നുണ്ട്, ഒരു പരിധി വരെ ആൻഡ്രയുടെ മരണത്തിന്റെ കാരണം നിങ്ങൾ തന്നെയാണ് അവന്റെ മനസ്സിൽ ഇത്രയും പക നിറച്ചു കൊടുത്തത്. മാത്രമല്ല നിങ്ങളുടെ കൂടെ കൂടിയാൽ എന്റെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും, അതുകൊണ്ട് ഞാൻ എല്ലാം നിർത്തി, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞിട്ട് ഹെയ്തി അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ എഡ്മണ്ട് അവളെ പുറകിൽ നിന്നും വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഹെയ്തി നിനക്കും നിന്റെ അച്ഛനും എന്താ സംഭവിച്ചതെന്ന് നീ മറക്കാൻ പാടില്ല. സംഭവം നമ്മുടെ ഹെയ്തിക്കും ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. അവളങ്ങനെ വെറുതെ എഡ്മണ്ടിന്റെയും ആൻഡ്രയുടെയും കൂടെ കൂടിയതല്ലായിരുന്നു, അവൾക്കും അവരോട് പകരം വീട്ടാൻ തക്കതായ ഒരു കാരണമുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയ്തിയെ കാണിക്കുന്നുണ്ട്. സംഭവം ആൽബർട്ടിനോട് ഈ പ്രണയം അഭിനയിച്ച് അവൾ അവസാനം അവനെ ശരിക്കും പ്രണയിക്കുന്നുണ്ടായിരുന്നു. ഹെയ്തി നാട്ടിൽ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആൽബർട്ടിനോട് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ട് അവനൊരു ലെറ്റർ എഴുതുന്നുണ്ട്. ആ ലെറ്റർ വായിച്ചിട്ട് ആൽബർട്ട് അപ്പോൾ തന്നെ മോണ്ടെ ക്രിസ്റ്റോ പ്രഭുവിന്റെ ആ ഒരു വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഹെയ്തിയോട് ഇപ്പോൾ തന്നെ തന്റെ കൂടെ ഇറങ്ങി വരണമെന്ന് പറയുമ്പോൾ ഹെയ്തി തനിക്ക് അതിന് സാധ്യമല്ലെന്നും ആൽബർട്ട് തന്നെ മറക്കണമെന്നും അവനോട് പറയുന്നുണ്ട്. കുറെ പ്രാവശ്യം ഹെയ്തിയോട് തന്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് ആൽബർട്ട് നിർബന്ധിച്ചെങ്കിലും അവൾ അതിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ആൽബർട്ട്, അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിനക്ക് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം, പക്ഷെ നീ പോയി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്യുമെന്ന് പറയും. അത് കേട്ട ഹെയ്തി ഒന്ന്
പേടിക്കുന്നുണ്ട്. എന്നിട്ട് ഹെയ്തി അവനോട് അങ്ങനെയാണെങ്കിൽ ഓക്കെ ഞാൻ നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു നമ്മുടെ എഡ്മണ്ട് പുറകിൽ നിന്നും ഹെയ്തിയെ വിളിക്കുന്നത്. നീ അവന്റെ കൂടെ പോകുന്നതൊക്കെ ഓക്കെ, പക്ഷേ നീ ആരാണെന്ന് ആദ്യം നീ അവനോട് പറയണം. നീ പറയുന്നില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറയും. അത് കേട്ട ഹെയ്തി വേണ്ട ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അവളുടെ കഥ പറയാൻ ആരംഭിച്ചു. ഈ ഹെയ്തിയുടെ അച്ഛന്റെ പേര് ആലി പാഷ എന്നായിരുന്നു. അയാൾ ഒരു പോലീസുകാരനായിരുന്നു. എന്നാൽ അയാളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു പോലീസുകാരൻ ഈ ആലി പാഷയെ ചതിച്ചിട്ട് അയാളുടെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് ഇയാളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. കൂടാതെ 10 വയസ്സുണ്ടായിരുന്ന ഹെയ്തിയെ അന്ന് അയാൾ ഒരു തെരുവിൽ ഉപേക്ഷിച്ചു. എന്നാൽ ഇവളുടെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ഈ പോലീസുകാരനുണ്ടല്ലോ ഇയാൾ ചതിച്ചിട്ടുണ്ടായിരുന്ന അയാളുടെ ഒരു കണ്ണ് കുത്തി പൊട്ടിക്കുന്നുണ്ട്. അപ്പോഴാണ് ആൽബർട്ടിന് ഈ ഹെയ്തി പറയുന്നത് തന്റെ സ്വന്തം അച്ഛനെ കുറിച്ചിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. ഈ ഹെയ്തിയുടെ അച്ഛനെ ചതിച്ചിട്ട് കൊന്നിട്ടുണ്ടായിരുന്നത് വേറെ ആരും ആയിരുന്നില്ല, ഫെർണാണ്ട് ആയിരുന്നു. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ആൽബർട്ട് എഡ്മണ്ടിനോട് പറയുന്നത് തന്റെ അച്ഛൻ ചെയ്ത കുറ്റത്തിന് താങ്കൾ എന്തിനാണ് എന്നെ ശിക്ഷിക്കുന്നത് എന്നായിരുന്നു. മാത്രമല്ല അവിടെ വെച്ചിട്ട് ആൽബർട്ട് ഈ എഡ്മണ്ടിനെ ഒരു ഷൂട്ട് ഔട്ട് മത്സരത്തിന് വേണ്ടിയിട്ട് വെല്ലുവിളിക്കുന്നുമുണ്ട്. അന്നത്തെ കാലത്ത് ഫ്രാൻസിൽ അതൊക്കെ സർവ്വസാധാരണമായിരുന്നു. രണ്ടുപേര് ഇങ്ങനെ നേർക്കുനേരെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കും. അപ്പോൾ അതിൽ നല്ല ഉന്നമുള്ള ആൾക്ക് എതിരാളിയായിട്ടുള്ള ആളെ കൊല്ലാമായിരുന്നു. മാത്രമല്ല അന്നത്തെ കാലത്ത് അത് ഫ്രാൻസിൽ ലീഗലായിട്ടുള്ള ഒരു മത്സരവും കൂടിയായിരുന്നു. അങ്ങനെ ആൽബർട്ട് നമ്മുടെ എഡ്മനെ അവിടെ നിന്നും വെല്ലുവിളിച്ചിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അന്ന് രാത്രിയിൽ നമ്മുടെ എഡ്മനെ കാണാൻ വേണ്ടിയിട്ട് ആ കൊട്ടാരത്തിലേക്ക് ഒരാൾ വരുന്നുണ്ട്. അത് വേറെ ആരും ആയിരുന്നില്ല, ആൽബർട്ടിന്റെ അമ്മയായിട്ടുണ്ടായിരുന്ന മേഴ്സിഡസ് ആയിരുന്നു. അവള് വന്ന പാടെ എഡ്മണ്ടിനെ എഡ്മണ്ട് എന്നുള്ള പേര് വിളിച്ചിട്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കേട്ടിട്ട് എഡ്മണ്ട് അവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ മേഴ്സിഡസ് പറയുന്നത് നിന്നെ ആദ്യം കണ്ടപ്പോൾ നിന്റെ ശബ്ദം ഞാൻ ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് നിന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവള് വീണ്ടും പറയുന്നത് നിങ്ങൾ എന്റെ മകനെ കൊല്ലരുത്, അവന് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം. അപ്പോഴാണ് എഡ്മണ്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ അവളോട് വിവരിക്കുന്നത്. അതായത് ഈ ഫെർണാണ്ട് ഉണ്ടല്ലോ അവൻ ചതിച്ചിട്ടാണ് ഈ മേഴ്സിഡസിനെ കല്യാണം കഴിച്ചത്, എഡ്മണ്ടിനെ ചതിച്ചിട്ട് അവൻ ജയിലിലാക്കി എന്നൊക്കെ. പക്ഷെ നമ്മുടെ മേഴ്സിഡസിന് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ലായിരുന്നു. അവളോട് ഈ ഫെർണാണ്ട് പറഞ്ഞേക്കുന്നത് എഡ്മണ്ട് മുന്നേ മരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവളെ താൻ വിവാഹം കഴിക്കുന്നതെന്നും. മേഴ്സിഡസ് ആണെങ്കിൽ ഈ ഫെർണാണ്ട് പറഞ്ഞ ഓരോ കാര്യങ്ങളും അതേപോലെ തന്നെ വിശ്വസിച്ചു. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് മേഴ്സിഡസ് അവസാനം എഡ്മണ്ടിനോട് പറയുന്നത് എന്റെ ഭർത്താവ് ചെയ്ത കുറ്റത്തിന് എന്റെ ഭർത്താവിനെയും എന്നെയും നിങ്ങൾ വേണമെങ്കിൽ കൊന്നോളൂ, പക്ഷെ എന്റെ മകനെ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ എഡ്മണ്ട് അവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ നീ പറഞ്ഞതുപോലെ തന്നെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ആൽബർട്ടിനെ ഒന്നും ചെയ്യില്ലെന്ന്. അങ്ങനെ എഡ്മണ്ടിനെ അവസാനമായിട്ടൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ മേഴ്സിഡസ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം ആൽബർട്ടും എഡ്മണ്ടും കൂടിയിട്ട് ഈ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അവര് രണ്ടുപേരും പരസ്പരം തോക്ക് ചൂണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഊഴം നമ്മുടെ എഡ്മണ്ടിന്റേതായിരുന്നു. പക്ഷെ എഡ്മണ്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആൽബർട്ടിന് പരിക്കൊന്നും പറ്റാതെ ഉന്നം തെറ്റിച്ചിട്ട് വെടിവെച്ചു. അത് കഴിഞ്ഞിട്ട് ആൽബർട്ട് എഡ്മണ്ടിന് നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. പക്ഷെ അവിടെ എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ നമ്മളെ കാണിക്കുന്നില്ല. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ എഡ്മണ്ട് ഒരു കുതിരവണ്ടിയിൽ ഈ കൊട്ടാരത്തിലേക്ക് വരുന്നതാണ്. കൊട്ടാരത്തിന്റെ മുകളിൽ തന്നെ നമ്മുടെ ഹെയ്തി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടിയിൽ നിന്നും എഡ്മണ്ട് ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ഹെയ്തി വിചാരിച്ചത് ആൽബർട്ടിനെ നമ്മുടെ എഡ്മണ്ട് കൊന്നു, മത്സരത്തിൽ ജയിച്ചിട്ടാണ് എഡ്മണ്ട് ഈ വന്നേക്കുന്നത് എന്നായിരുന്നു. അവൾ ഓടി വന്നിട്ട് എഡ്മണ്ടിനോട് നിങ്ങൾ അവനെ കൊന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴായിരുന്നു ആ വണ്ടിയിൽ നിന്നും നമ്മുടെ ആൽബർട്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അവനെ കണ്ടതും നമ്മുടെ ഹെയ്തിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം എഡ്മണ്ട് അവനെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ എഡ്മണ്ട് അവരോട് എനിക്കോ എന്റെ പ്രണയം നഷ്ടമായി, നിങ്ങളെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കുന്നു പറഞ്ഞിട്ട് അവരെ അവിടെ നിന്നും യാത്രയാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഫെർണാണ്ട് ഒരു ചതിയനാണെന്ന് മനസ്സിലാക്കിയ മേഴ്സിഡസ് അയാളെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവളുടെ സ്വന്തം നാട്ടിലേക്ക് പോകുന്നുണ്ട്. കാര്യങ്ങളെല്ലാം മനസ്സിലായ ഫെർണാണ്ട് എഡ്മണ്ടിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു വാളുമായിട്ട് നേരെ എഡ്മണ്ടിന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. അവിടെ വെച്ചിട്ട് അവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട്. എന്നാൽ ആ ഏറ്റുമുട്ടലിൽ അവസാനം നമ്മുടെ എഡ്മണ്ട് തന്നെയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന നമ്മുടെ ഫെർണാണ്ട് എഡ്മണ്ടിനോട് പറയുന്നുണ്ട് എന്നാ പിന്നെ നീ എന്നെ കൊല്ലടാ എന്ന്. അപ്പോൾ നമ്മുടെ എഡ്മണ്ട് പറയുന്നത് നിന്നെ കൊന്നു കഴിഞ്ഞാൽ മരണം അത് നിനക്കുള്ള ചെറിയ ശിക്ഷയായിരിക്കും. ഇപ്പോൾ നിനക്ക് വേണ്ടപ്പെട്ടവരെല്ലാം തന്നെ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി, ഇനി നീ ഒറ്റയ്ക്ക് ജീവിക്കണം, സ്നേഹിച്ചവരെല്ലാം തന്നെ നഷ്ടപ്പെടുന്ന വേദന നീ അനുഭവിക്കണം, അതാണ് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മേഴ്സിഡസിനെ. അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈബിൾ എടുത്തിട്ട് തുറന്നു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു അതിനുള്ളിൽ നിന്നും അവൾക്ക് ഒരു ലെറ്റർ കിട്ടുന്നത്. അത് വേറെ ആരുടെയും ആയിരുന്നില്ല, നമ്മുടെ എഡ്മണ്ട് മേഴ്സിഡസിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നതായിരുന്നു. അതിൽ നമ്മുടെ എഡ്മണ്ട് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രണയം ലഭിച്ചില്ല, എന്നാൽ നമ്മുടെ പ്രണയം നമ്മുടെ മക്കളിലൂടെ നമ്മൾ ജീവിച്ചു തീർക്കും. നമുക്ക് വേണ്ടിയിട്ട് ആൽബർട്ടും ഹെയ്തിയും ഇനിയുള്ള കാലം ഒന്നിച്ച് ജീവിക്കും. കൂടാതെ ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് പ്രായമായിട്ടുള്ള ഏതെങ്കിലും ഒരു സമയത്ത് വിധി ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. മെഴ്സിഡസ് അത്രയും വായിച്ചു കഴിയുമ്പോഴേക്കും പിന്നെ നമ്മുടെ സീനിൽ കാണിക്കുന്നത് എഡ്മണ്ടിനെ ആയിരുന്നു. അവൻ അവന്റെ കപ്പലിൽ ദൂരയാത്രയ്ക്ക് വേണ്ടിയിട്ട് പോവുകയായിരുന്നു. അവിടെ വെച്ചിട്ട് ദി കൗണ്ട് ഓഫ് മോണ്ടെ ക്രിസ്റ്റോ എന്ന് പറയുന്ന ഈ മൂവി അവസാനിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഈ മൂവിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം?